ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിൻ്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 3. തിബറിയോസ് കൈസരുടെ ഭരണത്തിൻ്റെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട്ടിൽ ഹാക്കിമും ഹെറോദേസ് അന്തിപ്പാസ് ഗലീലിയുടെ സുൽത്താനുമായിരുന്നു. അവൻ്റെ അഹുവായ ഫെൽബൂസ് ഇതുര്യ ത്രിക്കോനിത്തി ദേശങ്ങളിലും ലുസന്യാസ് അബിലേനിയയിലും സുൽത്താന്മാരായും ഭരിച്ചിരുന്നു. അക്കാലത്ത് ഹന്നാവും കയ്യാഫാവും മുഖ്യ ഇമാമുമാരുമായിരുന്നു. അപ്പോൾ ഇബ്നു സഖറിയ യഹ്യക്ക് മരുഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായി. യഹ്യ യോർദാൻ നദിയുടെ കരീബിലുള്ള നാട്ടിലൊക്കെയും വന്ന് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്ത് മടങ്ങി മഅ്മൂദിയ കബൂലാക്കണമെന്നും അങ്ങനെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമെന്നും വയലു പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ കലാമാണിത്. റബ്ബിനു വേണ്ടി വഴിയൊരുക്കുവിൻ, അവനു വേണ്ടി ത്വരീഖ നേരെയാക്കുക. എല്ലാ താഴ്വരകളും നികന്നു വരും, എല്ലാ കുന്നുകളും മലയും നിരത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയായും പരുക്കൻ പാതകൾ നിരന്നവയുമാകും. സകല മനുഷ്യരും അള്ളാഹുവിൻ്റെ ഇഖ്ലാസ് കാണും എന്ന് ഇശയ്യാ നബിയുടെ കിതാബിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ മഅ്മൂദിയ കബൂലാക്കാൻ തൻ്റെ കരീബിലേക്ക് വന്നിരുന്ന ജനങ്ങളോട് യഹ്യ പറഞ്ഞു, സർപ്പസന്തതികളെ, വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോകാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്ത് മടങ്ങിയെന്ന് നിങ്ങളുടെ ജീവിത രീതിയിൽ കൂടി തെളിയിക്കുവിൻ. ഇബ്രാഹിം ഞങ്ങളുടെ അബ്ബയാണെന്ന് നിങ്ങൾ കൽബിൽ പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്നും ഇബ്രാഹീമിന് മക്കളെ ഉണ്ടാക്കുവാൻ അള്ളാഹുവിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ന്യായവിധിയുടെ കോടാലി മരങ്ങളുടെ വേരുകൾ മുറിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നല്ല ഫലം നൽകാത്ത മരങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. ജനക്കൂട്ടം യഹ്യയോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഒജീനമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ എന്ന് യഹ്യ മറുപടി നൽകി. നികുതി പിരിവുകാരും മഅ്മൂദിയ കബൂലാക്കാൻ വന്നു. മുഅല്ലിം, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് യഹ്യയോട് ചോദിച്ചു. യഹ്യ പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചതിൽ കൂടുതൽ പിരിക്കരുത്. പട്ടാളക്കാരും യഹ്യയോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? യഹ്യ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരാളിൽ നിന്നും ബലം പ്രയോഗിച്ചോ കദ്ദാബായി കുറ്റാരോപണം ചുമത്തിയോ പണം വാങ്ങരുത്. നിങ്ങളുടെ കൂലി കൊണ്ട് റാഹത്താവുക. എന്നാൽ ജനമെല്ലാം അൽ മസീഹ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ഇവൻ അൽ മസീഹ് ആണെന്ന് യഹ്യയെപ്പറ്റി അവർ കൽബിൽ കരുതി. അപ്പോൾ യഹ്യ അവരോട് പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് മഅ്മൂദിയ നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ഖുവ്വത്തായ ഒരാൾ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ ഞാൻ അസ്ഹാബായവനല്ല. അവൻ റൂഹുൽ ഖുദ്ദൂസിനാലും തീയാലും നിങ്ങൾക്ക് മഅ്മൂദിയ നൽകും. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ മെതിക്കളം വൃത്തിയാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. അങ്ങനെ മറ്റു പലതും അവൻ തഅലീമാത്ത് ചെയ്തുകൊണ്ട് ജനങ്ങളോട് ഇഞ്ചീലിൻ്റെ വയലു പറഞ്ഞു. ഗലീലിയിലെ സുൽത്താനായ ഹെറോദേസ് അന്തിപ്പാസ് തൻ്റെ അഹുവിൻ്റെ ബീവിയായ ഹെരോദിയയെ നിക്കാഹ് ചെയ്തതിനും ഹെറോദേസ് ചെയ്തിരുന്ന സകല ഷർറ് കാരണവും യഹ്യ ഹെറോദോസിനെ കഠിനമായി ശാസിച്ചു. ഹെറോദേസ് അതെല്ലാം ചെയ്തതുകൂടാതെ യഹ്യയെ തടവിലാക്കുകയും ചെയ്തു. ജനങ്ങളെല്ലാം മഅ്മൂദിയ കബൂൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈസയും മഅ്മൂദിയ കബൂൽ ചെയ്തു. ഈസ ദുആ ഇരുന്നപ്പോൾ ജന്നത്ത് തുറന്നു. റൂഹുൽ ഖുദ്ദൂസ് പ്രാവിൻ്റെ രൂപത്തിൽ ഈസയുടെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ ഇബ്നുൽ ഹബീബ്, നിന്നിൽ ഞാൻ ബർക്കത്തേക്കിയിരിക്കുന്നു എന്ന് ജന്നത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ഈസ തൻ്റെ ഖിദ്മത്ത് തുടങ്ങുമ്പോൾ തഖ്രീബൻ 30 വയസ്സായിരുന്നു. ഈസ ഇബ്നു യൂസുഫ് എന്ന് ജനം കരുതി. യൂസുഫ് ഹാലിയുടെ മകൻ, ഹാലി മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി നന്നായിയുടെ മകൻ, നന്നായി യൂസുഫിൻ്റെ മകൻ, യൂസുഫ് മത്തത്യാസിൻ്റെ മകൻ, മത്തത്യാസ് ആമോസിൻ്റെ മകൻ, ആമോസ് നാഹൂമിൻ്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗ്ഗായിയുടെ മകൻ, നഗ്ഗായി മായാത്തിൻ്റെ മകൻ, മായാത്ത് മത്തത്യാസിൻ്റെ മകൻ, മത്തത്യോസ് ഷമായുടെ മകൻ, ഷമായി യൂസക്കിൻ്റെ മകൻ, യൂസക്ക് യോദായുടെ മകൻ, യോദ യൂഹന്നയുടെ മകൻ, യൂഹന്ന രേസായുടെ മകൻ, രേസ സെറുബാബേലിൻ്റെ മകൻ, സെറുബാബേൽ സലാത്തിയേലിൻ്റെ മകൻ,
സലാത്തിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസോമിൻ്റെ മകൻ, കോസോം എൽമാദോമിൻ്റെ മകൻ, എൽമാദാം ഏരിൻ്റെ മകൻ, ഏർ യോശുവിൻ്റെ മകൻ, യോശു എലിയേസറിൻ്റെ മകൻ, എലിയേസർ യോരീമിൻ്റെ മകൻ, യോരീം മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ശിമിയോൻ്റെ മകൻ, ശിമിയോൻ യഹൂദായുടെ മകൻ, യഹൂദ യൂസഫിൻ്റെ മകൻ, യൂസഫ് യോനാമിൻ്റെ മകൻ, യോനാം ഏലിയാക്കീമിൻ്റെ മകൻ, ഏലിയാക്കീം മെല്യാവിൻ്റെ മകൻ, മെല്യ മെന്നയുടെ മകൻ, മെന്ന മത്തഥായുടെ മകൻ, മത്തഥ നാഥാൻ്റെ മകൻ, നാഥാൻ ദാവൂദിൻ്റെ മകൻ, ദാവൂദ് ഇശ്ശായുടെ മകൻ, ഇശ്ശായി ഒബേദിൻ്റെ മകൻ, ഒബേദ് ബോവാസിൻ്റെ മകൻ, ബോവാസ് സൽമോൻ്റെ മകൻ, സൽമോൻ നഹശോൻ്റെ മകൻ, നഹശോൻ അമ്മീനാദാബിൻ്റെ മകൻ, അമ്മീനാദാബ് അദ്മിൻ്റെ മകൻ, അദ്മി ആരാമിൻ്റെ മകൻ, ആരാം ഹെസ്രോൻ്റെ മകൻ, ഹെസ്രോൻ പാരസിൻ്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കൂബിൻ്റെ മകൻ, യാക്കൂബ് ഇസ്ഹാക്കിൻ്റെ മകൻ, ഇസ്ഹാക്ക് ഇബ്രാഹീമിൻ്റെ മകൻ, ഇബ്രാഹീം തേരായുടെ മകൻ, തേര നാഹോറിൻ്റെ മകൻ, നാഹോർ സെരൂഹിൻ്റെ മകൻ, സെരൂഹ് രഘുവിൻ്റെ മകൻ, രഘു ഫാലെഗിൻ്റെ മകൻ, ഫാലെഗ് ഏബറിൻ്റെ മകൻ, ഏബർ ശലാമിൻ്റെ മകൻ, ശലാം കൈനാൻ്റെ മകൻ, കൈനാൻ അർഫക്സാദിൻ്റെ മകൻ, അർഫക്സാദ് ഷേമിൻ്റെ മകൻ, ഷേം നൂഹിൻ്റെ മകൻ, നൂഹ് ലാമേക്കിൻ്റെ മകൻ, ലാമേക്ക് മെഥൂശലയുടെ മകൻ, മെഥൂശല ഹാനൂക്കിൻ്റെ മകൻ, ഹാനൂക്ക് യാരദിൻ്റെ മകൻ, യാരദ് മലല്യോലിൻ്റെ മകൻ, മലല്യേൽ കൈനാൻ്റെ മകൻ, കൈനാൻ എനോഷിൻ്റെ മകൻ, എനോഷ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദമിൻ്റെ മകൻ, ആദം അള്ളാഹുവിൻ്റെ മകൻ.